ഹായ് എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നല്ല അടിപൊളി പച്ചരി ഇരിപ്പുണ്ട്. അപ്പോൾ പച്ചരി കൊണ്ട് നമ്മളിന്ന് ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം അല്ലേ, നോക്കിയാലോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പച്ചരി ഇവിടെ റെഡിയാണ്. 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന ഗരം മസാല കൂട്ടുണ്ടല്ലോ, അത് ഞാൻ മൊത്തമായിട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് കരയാമ്പൂവും ഏലക്കയും പട്ടയും പെരിഞ്ചീരകവും ബേ ലീവ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം. ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിരിക്കണം. നിങ്ങൾക്ക് മഷ്റൂമൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ വേണം. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ നീര് കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, അതുപോലെ തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും പുളിപ്പിന് വേണ്ടി ചേർക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് പുതിനയില, മല്ലിയില, ഒരു 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് നമ്മുടെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണം. പിന്നെ നമ്മളൊരു കുറച്ചുകൂടെ ഒരു ഇറച്ചിയൊക്കെ ഇങ്ങനെ കടിക്കുന്ന ഒരു ഫീൽ കിട്ടാനായിട്ട് നമ്മൾ സോയാബീൻ ഇടുന്നുണ്ട്. പലർക്കും സോയാബീൻ ഇഷ്ടമല്ല, അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെറിയ സോയാബീൻ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം. ഇനി നമുക്ക് ബിരിയാണി വെക്കാനൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലാണ് ബിരിയാണി വെക്കേണ്ടതെങ്കിൽ ഇതുപോലെ കുക്കറിൽ എല്ലാം കൂടെ വഴറ്റിയിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ ചിലരുടെ കുക്കറിലൊക്കെ നല്ലോണം കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊക്കെ നന്നായിട്ട് ചൂടാവുമ്പോൾ, നെയ്യും എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാല കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ കിട്ടും. ഇന്നിപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടിയും മഴയും ഒക്കെ ആയിട്ടാണ്. ഉച്ചയ്ക്ക് തന്നെ മഴ നേരത്തെ വന്നേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം സവോള ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സവോള കുറച്ച് വറുത്തിടണം എന്നുണ്ടെങ്കിൽ ബിസ്തയാക്കിയിട്ട് ഇടുമല്ലോ, അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പം ഈ ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണി ആയിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ അതും കൂടെ വേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഉള്ളിയൊന്നും ബിസ്തയാക്കി ഇടാത്ത കേട്ടോ. ശകലം ഉപ്പ് വിതറി കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതേ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പുതിനയും മല്ലിയിലയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴന്നെടുക്കണം. ആ ഒരു പച്ച മണം ഉണ്ടാകും പുതിന ഇലയ്ക്കൊക്കെ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴന്ന ശേഷം ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മുളക് പൊടി 1 സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും, നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിനനുസരിച്ച്. പിന്നെ ഇത് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് ആ പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ്. ഇപ്പോൾ ബിരിയാണി മസാല നിങ്ങൾക്ക് ഏത് വേണോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ പൊടിച്ചത് ഞാൻ ഇടാറുണ്ട്. ഇതിപ്പോൾ 2 സ്പൂണ് ഈസ്റ്റേണിൻ്റെ മസാല ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾ വേണോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്യാപ്സിക്കോ പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കണമെങ്കിൽ എല്ലാം ചേർക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി വേകാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ അരിയൊക്കെ അധികം ഒട്ടാതെയൊക്കെ കിട്ടും. പച്ചരിയൊക്കെ അല്ലേ, പെട്ടെന്ന് വെന്ത് പോകുന്ന സാധനമല്ലേ, അതുകൊണ്ട് ഒട്ടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ പുളിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 2 കപ്പ് വെള്ളം, ആ രീതിയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കാം. ചിലരിത് കുതിർത്തൊക്കെ വയ്ക്കും. ഇത് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാനൊന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചെറിയ തീയിലിടണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ തന്നെ കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒരു തടിത്തവി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾ മുട്ട സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിലർ വേവിച്ചിട്ട് ഈ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അരി ഇടുന്നതിന് മുമ്പ് തന്നെ മുട്ടയിട്ടിട്ട് അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ മുട്ട ചിലപ്പോൾ ഉടഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. ഇപ്പോൾ ഇതേ 10-15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേ അടുപ്പിൽ പാത്രം വെച്ചിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയിൽ വേണമെങ്കിലും വറുത്ത് കോരാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം എടുത്തിട്ട് നമ്മുടെ ബിരിയാണിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇനി എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതായത് നമ്മളുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതുപോലെ പുതിനയില, മല്ലിയില, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു. അതിൻ്റെ മുകളിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചരിയാണെന്നൊന്നും പറയത്തില്ല, അത്രയ്ക്കും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.